എടുത്തരും മരം മുറിച്ച് കഴിയുന്നവരെ മരം മുറിച്ച് കഴിയുമ്പോ വസ്തു ഉടയന്റെ ഇയാളിത് എവിടുത്തെ തന്നെ ഇയാൾ എന്താണ് ഇയാൾ പറയുന്നത് മനസ്സിലാവില്ല. ഈ 5 ഏക്കർ വസ്തു ഇയാൾ കൊടുക്കട്ടേക്കോ? 5 ഏക്കർ വസ്തു കൊടുക്കാട്ടേക്കോ? അപ്പൊ 5 ഏക്കറിന്റെ പൈസ കൊണ്ടുവന്നാൽ എനിക്ക് 5 ഏക്കർ എഴുതണ്ടേ? 5 ഏക്കർ എടുത്തിട്ട് മരം മുറിക്കുമ്പോൾ എതിർ വേണ്ടി തീരും. പിന്നെ ഉടയന്റെ ഇയാൾ എന്തോ നീ പറയുന്നത്? എവിടുത്തെ നീ എവിടുത്തെ? അത് ശരി. ഇയാള് നേരിട്ട് വന്ന് സംസാരിക്കും. എന്താ പറയാണെന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാഷെ, ഈ 5 ഏക്കർ വസ്തു നിങ്ങളുടെ വസ്തു കിടപ്പുണ്ട്. ഇത് നിങ്ങൾക്ക് കൊടുക്കാനാണോ? കൊടുക്കാനാണ്. അപ്പൊ ഈ 5 ഏക്കർ വസ്തുവിന് നിങ്ങളിപ്പോ വില നിങ്ങൾ മരത്തിന്റെ വിലയാണ് പറയുന്നത്. നിങ്ങൾ അവിടുത്തെ ഒരു ഏക്കറിന്റെ അല്ലെങ്കിൽ ഒരു സെന്റിന്റെ വില അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വസ്തു എന്റെ പേര് അതല്ലേ നിങ്ങൾ ആദ്യമേ പറഞ്ഞത്? നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല? നിങ്ങൾ ഒരു ഏക്കറിൽ മരം എണ്ണിത്തിരിക്കും. ഞാൻ സ്കൂളിൽ പോയില്ലെന്ന് നീ ആവുന്നില്ല. മരം എണ്ണിത്തിരിക്കും. മരം അനുസരിച്ചിട്ടാണോ കച്ചവടം നടത്തുന്നത്? പിന്നെ മരം മേടിക്കണ്ട. വെച്ചോ, നിന്റെ മരം വേണ്ടെങ്കിൽ നിന്റെ റബ്ബർ മരം